നമസ്തേ ബച്ചോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ പ്രവർത്തനങ്ങളെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് അതേ ക്ലാസ്സിലെ തന്നെ പോസ്റ്റർ എന്ന പ്രവർത്തനം പരിചയപ്പെടാം. 5ാം ക്ലാസ്സിലെ പാഠത്തിൽ നമ്മൾ പോസ്റ്റർ പരിചയപ്പെട്ടതാണ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു പോസ്റ്റർ 2 വിധമുണ്ട്. ഒരു സന്ദേശം തരുന്ന പോസ്റ്ററും ഒരു പരിപാടി നടക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഉള്ള പോസ്റ്ററും. 5ാം ക്ലാസ്സിൽ നാം പരിചയപ്പെട്ടത് സന്ദേശം തരുന്ന പോസ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ആദ്യ ഭാഗത്ത് സന്ദേശം തരുന്ന ഒരു പോസ്റ്ററാണ് ചെയ്യാനുള്ളത്. പോസ്റ്റർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാം. പോസ്റ്ററിന് ആദ്യം വേണ്ടത് ആകർഷകത്വമാണ്. ഒരു പോസ്റ്റർ ആകർഷകമാക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം? അക്ഷരങ്ങളുടെ വലിപ്പം വ്യത്യാസപ്പെടുത്താം, നിറങ്ങൾ കൊടുക്കാം, ചിത്രങ്ങൾ കൊടുക്കാം. പക്ഷെ ചിത്രം നിർബന്ധമില്ല. എല്ലാവരും ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരായില്ലല്ലോ. പറ്റാവുന്ന രീതിയിൽ അതിനെ നമുക്ക് ആകർഷകമാക്കണം. വളരെ ചെറിയ വാക്യങ്ങളായിരിക്കാം ഉപയോഗിക്കേണ്ടത്. വലിയ ആശയങ്ങളെ ചെറിയ വാക്യത്തിൽ ഉൾപ്പെടുത്തണം. നമുക്ക് സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ പരിചയപ്പെട്ടാലോ? നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പരിസ്ഥിതി സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കീജിയെ എന്ന പ്രവർത്തനമാണ് നൽകിയിട്ടുള്ളത്. ആദ്യം നമുക്ക് അതിന് ചേർന്ന വാക്യങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു പോസ്റ്ററിൽ 1 or 2 വാക്യങ്ങൾ എഴുതിയാൽ മതിയാകും. 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കിയാലോ? പരിസ്ഥിതി സംരക്ഷൺ ആണ് വിഷയം. പ്രകൃതി ഹമാരി മാ ഹെ, ഉസ്കി രക്ഷ ഹമാര കാം ഹെ. അടുത്തതോ? പ്രകൃതി കി രക്ഷ ഹമാരി രക്ഷ. അടുത്ത് നോക്കാം, പ്രകൃതി ബച്ചാവോ ജീവൻ ബച്ചാവോ. ഇത് വച്ച് നമുക്ക് എങ്ങനെ പോസ്റ്റർ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഈ വാക്യങ്ങളെ ആകർഷകമായ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നിറത്തിൽ വലുതായി എഴുതുക. അതിനുശേഷം ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രം വരയ്ക്കാം. ഉദാഹരണത്തിന് ഒരു മരം വരയ്ക്കാം. ചിത്രം വരയ്ക്കാൻ കഴിവില്ലെങ്കിൽ ആ ഔട്ട്ലൈനിന് ചുറ്റും ഡിസൈൻ കൊടുക്കാം. അക്ഷരങ്ങളെ കടുപ്പിച്ചെഴുതാം. പോസ്റ്റർ ആകർഷകമാകണം എന്ന് മാത്രം. ഇങ്ങനെ തയ്യാറാക്കിയ 1-2 മാതൃകകൾ കണ്ടാലോ? രണ്ടാമത്തെ തരം പോസ്റ്റർ എന്ന് പറയുന്നത് ഒരു പരിപാടി ഒരു സ്ഥലത്ത് നടക്കുന്നു, അത് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ്. ഇതിൽ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം എന്താണ് പരിപാടി? അത് വ്യക്തമായും സ്പഷ്ടമായും എഴുതിയിരിക്കണം. അത് കഴിഞ്ഞ് ഇത് എവിടെ നടക്കുന്നു? സ്ഥലം സൂചിപ്പിക്കണം. പിന്നെ സമയം വേണം, ആഴ്ചയും തീയതിയും വേണം. ആരെങ്കിലും ഉദ്ഘാടനം നടത്തുന്നുണ്ടെങ്കിൽ ആ ആളുടെ പേരും വേണം. വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പേരും വേണം. ഏറ്റവും അവസാനം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഒരു വാക്യവും ഉണ്ടായിരിക്കണം. ഇതിനെയെല്ലാം ഔട്ട്ലൈനിൽ ഉള്ളിൽ ആകർഷകമായ രീതിയിൽ എഴുതണം. നിങ്ങളുടെ സ്കൂളിൽ ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ജന്നത്ത് കെ ബച്ചെ എന്ന ഇറാനി സിനിമ പ്രദർശിപ്പിക്കുന്നു. ഇത് അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് തയ്യാറാക്കിയാലോ? आपके स्कूल में हिंदी क्लब के नेतृत्व में जन्नत के बच्चे नामक ईरानी फिल्म का प्रदर्शन होने वाला है. इसकी सूचना देते हुए पोस्टर तैयार करें. ആദ്യം പരിപാടിയുടെ പേര് ജന്നത്ത് കെ ബച്ചെ ഇറാനി ഫിലിം കാ പ്രദർശൻ. ഇതിൽ ജന്നത്ത് കെ ബച്ചെ എന്നുള്ള വാക്ക് വലുതായിട്ട് കളർഫുള്ളായിട്ട് കാണിക്കണം. അത് കഴിഞ്ഞ് സ്ഥലമാണ് വേണ്ടത്. അവിടെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതാം. പിന്നീട് സമയം, തീയതി, ആഴ്ച
എന്നിവയും എഴുതണം. സ്ഥലം നിങ്ങളുടെ സ്കൂളിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഉദാഹരണത്തിന് GHSS കിളിമാനൂർ. തീയതി നിങ്ങൾക്കിഷ്ടമുള്ളത് എഴുതാം. സമയമോ രാവിലെയാണോ ഉച്ചയ്ക്കാണോ അതും നിങ്ങളുടെ ഇഷ്ടത്തിന് തയ്യാറാക്കാം. ഞാനിവിടെ ജൂൺ 2, 2025 സോമവാർ എന്നാണ് കൊടുക്കുന്നത്. സമയം എഴുതേണ്ടിടത്ത് സബേരെ 10 ബജെ, രാവിലെ 10 മണിക്ക്. സബ്കാ സ്വാഗത് ഹെ, എല്ലാവർക്കും സ്വാഗതം. ഇതിനൊരു ലേഔട്ട് കൊടുത്ത് ആകർഷകമാക്കുക. പടം വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ എന്തെങ്കിലും ചിത്രം വരച്ചു ചേർക്കാം. ഒരു നിർബന്ധവുമില്ല. ഇങ്ങനെ ചെയ്ത ഒരു മാതൃക നോക്കിയാലോ? നമ്മൾ ഇന്ന് 2 തരത്തിലുള്ള പോസ്റ്ററാണ് പരിചയപ്പെട്ടത്. പോസ്റ്ററുകളുടെ പ്രത്യേകത തന്നെ ആകർഷകത്വം വേണം എന്നുള്ളതാണ്. വളരെ ലളിതമായ ഭാഷയിൽ ആകർഷകമായ ശൈലിയിൽ പോസ്റ്റർ തയ്യാറാക്കണം. ഇനി ഏത് വിഷയം വന്നാലും നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാൻ പറ്റുമല്ലോ. ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പ്രവർത്തനങ്ങളുമായി അടുത്ത ക്ലാസ്സുകളിൽ കാണാം. നമസ്കാരം.